നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും മരുഭൂമിയിലെ യാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് മരുഭൂമിയുടെ യാത്രയുമായി ഞങ്ങൾ യാത്ര ചെയ്തെത്തിയത് അബുദാബിയിലാണ്. ഒരു വലിയ ബിസിനസ്മാന്, കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ അൽബോഷ്യ ഫയർ ആൻഡ് സേഫ്റ്റി എക്യുപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ മാനേജിംഗ് ഡയറക്ടറെ കാണാനായി ഇവിടെ എത്തിയപ്പോഴേക്കും കുറച്ചുകൂടെ വലിയൊരു മനുഷ്യനെയാണ്, കുറച്ചുകൂടെ വിശാലമായ ഒരു വ്യക്തിയാണ് കാണാൻ കഴിഞ്ഞത്. ഒരു ബിസിനസ്മാൻ എന്നതിൽ ഉപരി ഒരു മനുഷ്യസ്നേഹിയും ജീവകാരുണ്യ പ്രവർത്തകനും ഒരു കലാകാരനും, എന്തിനേറെ പറയുന്നു, തൻ്റെ ബിസിനസ്സിൻ്റെ ലാഭത്തിൽ ഒരു വിഹിതം ഇന്നും പിറന്ന നാട്ടിലെ പഴയ കാലം അനുസ്മരിക്കുന്ന തരത്തിലുള്ള ജീവിക്കുന്നവർക്കായി മാറ്റിവെക്കുന്ന ഒരു വലിയ ഹൃദയത്തിനുടമ മിസ്റ്റർ സജീവ് നെയാണ് നമ്മൾ ഇവിടെ കണ്ടെത്തിയത്. അഭിമാനത്തോടുകൂടിയും ഒരു മലയാളി എന്നുള്ള രീതിയിൽ വളരെ എന്തു പറയാൻ, ഞാനും അഭിമാനത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. എറണാകുളം ജില്ലയുടെ വടക്കേ അറ്റത്തെ പരവൂരിൽ നിന്നാണ് എത്തിയത്. സജീവ് സാറിനെ കുറിച്ച് ഇന്നത്തെ ഈ ഒരു കഥയിലേക്ക് വരുന്നതിന് മുമ്പായി കുറച്ച് പഴമ പറഞ്ഞു തുടങ്ങാം. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനുണ്ടായ ആ കാലഘട്ടമൊക്കെ ഒന്ന് അനുസ്മരിക്കാൻ കഴിയുമോ? എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ വളരെയധികം കഷ്ടപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്. വളരെയധികം ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും അനുഭവിച്ച ഒരു ജീവിതമായിരുന്നു എൻ്റെ ബാല്യകാലം. 6 വയസ്സിൽ എൻ്റെ അച്ഛൻ മരിക്കുകയാണ്. 6 വയസ്സിൽ 6 സഹോദരിമാരും ഞാനും. വീട്ടിലാണെങ്കിൽ സാമ്പത്തികമായിട്ട് യാതൊരു കഴിവില്ലാത്തൊരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് വളരെയധികം ത്യാഗങ്ങളും വേദനകളും അനുഭവിച്ച് 1984 ഒരു വിസ തരപ്പെടുത്തി ഞാൻ ഗൾഫിലേക്ക് പോരുകയാണ്. 1984 മുമ്പ് 79-84 കാലഘട്ടത്തിൽ ഒരു ആരംഭ ശൂരത്വം എന്ന് പറയുന്ന പോലെ എൻ്റെ ഉള്ളിൽ ഒരു ചെറിയ കലാകാരൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കലാകാരൻ എൻ്റെ മനസ്സിൽ സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായ സാഹചര്യത്തിൽ പോലും 10-28 കലാകാരന്മാർ സംഘടിപ്പിച്ചുകൊണ്ട് അന്നത്തെ രീതിയിൽ ഒരു നൃത്ത നാടക ബാലെ രൂപീകരിച്ച് കേരളത്തിന് അങ്ങോളം ഇങ്ങോളം പരിപാടികളൊക്കെ നടത്തി. എന്തായിരുന്നു ബാലയുടെ പേര്? ബാലെ ത്രയംബകം എന്നായിരുന്നു. കേരളത്തിൽ അങ്ങോളം പരിപാടികളൊക്കെ സക്സസ് ആയിരുന്നെങ്കിലും പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ ആർട്ടിസ്റ്റുകളെ പിരിച്ചുവിടാൻ വേറെ കാശുണ്ടാക്കേണ്ട സ്ഥിതിയായിരുന്നു. അങ്ങനെ 84 ആയപ്പോഴേക്കും നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതിയായി. എന്തുകൊണ്ടാണ്? കടം. അങ്ങനെ ഞാൻ ഒരു വിസ സംഘടിപ്പിച്ച് ഗൾഫിലേക്ക് പോകുന്നതാണ്. ഗൾഫിൽ വന്ന് 84 വന്നു 89 വരെ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് ഞാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചു. എന്താണ് അന്ന് അനുഭവം? ഞാനൊരു മെയിൻ്റനൻസ് കമ്പനിയിലാണ് വന്നത്. അപ്പോൾ അവിടെ സാലറി ഇല്ല, ശരിക്കും സാലറി കിട്ടാണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് 650 ഇവിടുത്തെ 650 ദിറംസ് ശമ്പളത്തിൽ ഞാൻ ആദ്യം ജോയിൻ ചെയ്യുന്നത്. അതും 9 മാസം വരെ ശമ്പളം കിട്ടാണ്ടുള്ള ജോലികൾ ചെയ്തു. 5 കൊല്ലം കഴിഞ്ഞു. 5 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് മിസ്റ്റർ മുഹമ്മദ് അൽ മിൻകാലിയുമായിട്ട് കണ്ടുമുട്ടുന്നത്. അതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവായിരുന്നു. മുഹമ്മദ് അലി എൻ്റെ അർബാവാണ്. പുള്ളിനെ കണ്ടുമുട്ടി. അതിനുശേഷം ഈ ബിസിനസ്സിലേക്ക് വന്ന് ചെറുതായിട്ട് വന്ന് ഇന്ന് നല്ല രീതിയിൽ ഇന്ന് എൻ്റെ കൂടെ 60 പേരും 60 കുടുംബങ്ങൾ കഴിയുന്നു. 60 പേര് എൻ്റെ കൂടെ, ഏകദേശം 60 പേരും. അതുകൂടാണ്ട് സബ് കോൺട്രാക്ടോട് 10-40 പേര് വേറെ ഉണ്ട്. അങ്ങനെ ഒരു ചെറിയ സ്ഥാപനമാണെങ്കിലും അബുദാബിയിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ഇന്ന് ഞങ്ങൾ. ദുബായിലുണ്ട്, മുസഫയിലുണ്ട്, അബുദാബിയിലുണ്ട്. അപ്പം ഞാൻ വളരെയധികം കഷ്ടപ്പാടിൽ നിന്ന് വെറും സീറോ, ഞാനൊരു പാൻറ് ഷർട്ട് ഇട്ട് കയറി വന്ന ആളാണ്. ഞാൻ വരുമ്പോൾ എനിക്കൊരു 5 സെന്റ് സ്ഥലം പോലും ഇല്ല നാട്ടിൽ. എൻ്റെ കുടികിടപ്പ് പാടം വരെ പണയത്തിലായിരുന്നു. ആ ഒരു സ്ഥിതിയിൽ ഇന്ന് ഞാൻ വന്നാണ് നാട്ടിൽ നിന്ന്. പക്ഷേ ഇന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും നമ്മൾ സ്വീകരിച്ച പാതയും നമ്മൾ സത്യസന്ധമായ പ്രവൃത്തിയും എല്ലാം കൊണ്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും മുഹമ്മദ് അലിയുടെ സഹായം കൊണ്ടും നമ്മൾ ഇന്ന് നിലയിലെത്തിയിരിക്കുന്നത്.